ഞാൻ ടോണ്ടനിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് നൽകിയ വലിയൊരു രോഗസൗഖ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. 2023 ഡിസംബർ, കഴിഞ്ഞ വർഷം ജാനുവരി, ആ സമയത്താണ് ഞങ്ങൾ നാട്ടിലായിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കുറേ ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടു. അങ്ങനെ ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ട് സ്കാനിങ് എല്ലാം കഴിഞ്ഞു. എനിക്ക് ഓവറിയിൽ, ലെഫ്റ്റ് ഓവറിയിൽ ഒരു 20 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു ട്യൂമർ ഉണ്ട്. ഇറ്റ് ലുക്സ് ലൈക്ക് മോർ ലൈക്ലി ടു ബി ഒരു മാലിഗ്നൻറ്റ് ട്യൂമറാണെന്ന് റിപ്പോർട്ട് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയി ഒപ്പീനിയൻ എടുത്തു. അവിടെയും സ്കാൻ ചെയ്തു. അവിടെയും ഇതേ റിപ്പോർട്ട് തന്നെ കിട്ടി. ഒരു ഒവേറിയൻ ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ട് കിട്ടി. ഉടനെ സർജറി ചെയ്യണം, കീമോ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നാട്ടിലെ ഡോക്ടേഴ്സ് പറഞ്ഞു. ഞങ്ങൾ എന്താ ചെയ്യാമെന്നറിയില്ല, ഒത്തിരി വിഷമത്തിലായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ എന്തായാലും തിരിച്ച് ഇങ്ങോട്ട് UK പോന്നു. ഇവിടെ വന്ന് നമുക്കറിയാം ഇവിടുത്തെ ഹോസ്പിറ്റലും അപ്പോയിൻമെൻറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ. പക്ഷേ കർത്താവിൻ്റെ വലിയൊരു കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ മൂലം എനിക്ക് വിതിൻ കപ്പിൾ ഓഫ് ഡേയ്സിനുള്ളിൽ ഇവിടെ NHS എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ കൺസൾട്ടൻറ്റുമായിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. സ്കാൻ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ സ്കാനിങ്ങിലും അവർ പറഞ്ഞു എൻ്റെ ഓവറിയിൽ ഉള്ള ട്യൂമർ അത് ഒരു മാലിഗ്നൻറ്റ് ട്യൂമറായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും തിക്ക് വോളും അതെല്ലാം ഒരു മാലിഗ്നൻറ്റ് ട്യൂമറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോൾ ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്ന് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്. അതോടൊപ്പം ഞങ്ങളുടെ ഇടവക പള്ളിയിൽ സുഹൃത്ത് വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതെ, അതോടൊപ്പം ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഞാൻ പറയട്ടെ, ഒത്തിരി വിശുദ്ധ കുർബാനകളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചെയിൻ റോസറി, ദ ഓൾ കമ്മ്യൂണിറ്റി എനിക്ക് വേണ്ടിയിട്ട് ചെയിൻ റോസറി നടത്തി. ഞങ്ങളുടെ ഇടവക പള്ളിയിൽ അച്ഛൻ എനിക്ക് രോഗിലേപനം എന്ന ശുശ്രൂഷ നൽകി. അച്ഛൻ പറഞ്ഞു അതൊരു ഹീലിങ്ങിൻ്റെ ശുശ്രൂഷയാണ്, മോൾക്ക് സൗഖ്യം കിട്ടും എന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ച് എനിക്ക് ആ രോഗിലേപനം എന്ന ഒരു ശുശ്രൂഷയും എനിക്ക് കുദാശയും ഞാൻ സ്വീകരിച്ച് അങ്ങനെ ഞാൻ സർജറിക്ക് പോയി. ബയോപ്സി എടുത്തു. ബയോപ്സി റിസൾട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. സാധാരണ കേസിൽ ഒരു വിതിൻ 1 വീക്കിനുള്ളിൽ റിപ്പോർട്ട് വരും. പക്ഷേ എൻ്റെ കേസിൽ 3 ആഴ്ചയായിട്ടും റിപ്പോർട്ടൊന്നും വരുന്നില്ല. കാരണം അവർ പല പ്രാവശ്യം അവർ ശ്രമിച്ചു. അവർക്കൊരു ക്യാൻസർ സെൽസ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ പറയട്ടെ, ആ ഒരു സ്ലൈഡ് ഒരു സ്പെഷ്യൽ ടെസ്റ്റിന് വേണ്ടി ഇവിടെ ഇവിടേക്ക് വിട്ടു. ഒരു 4 വീക്സ് എടുത്തു ആ റിപ്പോർട്ട് വരാനായിട്ട്. അങ്ങനെ ഫൈനലി ആഫ്റ്റർ 4 വീക്സ് എനിക്ക് റിപ്പോർട്ട് വന്നു, എനിക്ക് ക്യാൻസർ ഇല്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ബിനൈൻ ട്യൂമർ ആണെന്നും പറഞ്ഞ്. എല്ലാവരും ഒന്നും കൂടി എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, രോഗം പീഡ, അത് രോഗമായിട്ട് വരുന്നൊരു ശാരീരികമായിട്ടുള്ള രോഗമുണ്ട്, മാനസികമായിട്ടുള്ള രോഗം, പീഡകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ വചനം നമ്മളോട് പറയുന്ന പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനം. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനം പറയുകയാണ്, മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ചിലരപ്പം പറയും അപ്പം എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എപ്പം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഡോക്ടർമാരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. ഡോക്ടർമാരെയും വൈദികരെയും കർത്താവ് ഒരിക്കലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? കർത്താവ് ദൈവം തന്നെ വൈദ്യന്മാരെ ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രഭാഷകന്റെ പുസ്തകം തന്നെ 38-ാം അധ്യായം അതിൻ്റെ 1 വായിച്ചു നോക്കി. പ്രഭാഷകന്റെ പുസ്തകം 38-ൻ്റെ 1 വായിച്ചു നോക്കി. പ്രഭാഷകൻ 38:1 വായിച്ചു നോക്കി. അവിടെ പറയുന്നത് എന്താണ്? വൈദ്യനെ ബഹുമാനിക്കുക, അവൻ്റെ ആവശ്യമുണ്ട്, കർത്താവ് അവനിലൂടെ പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ രോഗസൗഖ്യം എന്ന് പറയുന്നത് ദൈവം പല വഴികളിൽ കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലോട്ട് നൽകും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കർത്താവിൽ ആശ്രയിക്കുക. നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 2 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബന്ധിച്ചിട്ടിരിക്കുന്ന രോഗപീഠകളുണ്ടായിരിക്കാം, മാനസിക സംഘർഷങ്ങളുണ്ടായിരിക്കാം, പ്രത്യേകിച്ച് ഒന്ന് ചിരിക്കുവാനോ സന്തോഷിക്കുവാനോ സാധിക്കാത്ത കുടുംബങ്ങളുണ്ടായിരിക്കാം. രോഗം ഏതുമായിക്കോട്ടെ, രോഗികളെ സുഖമാക്കുന്ന കർത്താവിൻ്റെ ശക്തി ഈ ദേശത്ത് ഇപ്പോൾ പ്രവർത്തിക്കട്ടെ. കർത്താവെ, രോഗികളെ സുഖമാക്കുന്ന കർത്താവിൻ്റെ ശക്തി ഈ ദേശത്ത് ഇപ്പോൾ പ്രവർത്തിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്
കർത്താവിൻ്റെ ശക്തി ഈ ദേശത്തേക്ക്, പ്രത്യേകിച്ച് കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവ് ഓൺലൈനായിട്ട് സംബന്ധിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സുഖമാക്കുന്ന കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികളെ സുഖമാക്കുന്ന ശക്തി, കരങ്ങളടിച്ച് പാടിയേ. കർത്താവിൻ അത്ഭുത ശക്തി, യേശുവേ. ദൈവജനത്തിൽ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. എല്ലാവരും ചേർന്ന് പാടി. രോഗികളെ സുഖമാക്കുന്ന ശക്തി, കർത്താവിൻ അത്ഭുത ശക്തി, ദൈവജനത്തിൽ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. എല്ലാവരും ചേർന്ന്. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. കരങ്ങൾ ഉയർത്തി അടിച്ച്. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. കരങ്ങൾ താഴ്ത്തി അടിച്ച് കർത്താവിന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ രോഗത്തിനെ സമർപ്പിക്കുകയാണ്, കുടുംബത്തിന്റെ പീഡകളെ സമർപ്പിക്കുകയാണ്, പൈശാചിക ശക്തികളുടെ മേല് അധികാരമുള്ള യേശുനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ശരീരത്തെയും മനസ്സിനെയും സമർപ്പിക്കുകയാണ്, കുടുംബത്തെ ശല്യപ്പെടുത്തുന്ന പാരമ്പര്യോഗങ്ങളെ യേശുനാമത്തിൽ ശാസിക്കുകയാണ്. നന്നായി കരങ്ങളടിച്ച് ഗാനത്തോട് ചേർന്ന് ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവേ സുഖമാക്കണമേ, സുഖമാക്കണമേ. വിടുതൽ പ്രാപിക്കാൻ ഞങ്ങൾ സൗഖ്യം ചേർന്ന് പാടിയേ. സൗഖ്യദായകനേശുവേ കൈകൾ നീട്ടണമേ, വിടുതൽ പ്രാപിക്കാൻ ഞങ്ങൾ സൗഖ്യം യേശുവിൻ തിരുമുറിവാലേ വ്യാധികൾ മാറട്ടെ, ദൈവശക്തിയാൽ രോഗാണുക്കൾ ഇല്ലാതാകട്ടെ. യേശുവിൻ തിരുമുറിവാലേ വ്യാധികൾ മാറട്ടെ, ദൈവശക്തിയാൽ രോഗാണുക്കൾ ഇല്ലാതാകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവേ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ താഴ്ത്തി ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് കർത്താവേ എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടെ ദൈവസ്ഥിതിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് എത്രത്തോളം ഈശോയുടെ നാമത്തെ വിളിക്കാമോ കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്യാൻസർ രോഗത്തെ യേശുനാമത്തിൽ ശാസിക്കുന്നു, യേശുനാമത്തിൽ രോഗസൗഖ്യം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ യേശുനാമത്തിൽ ശാസിക്കുന്നു, കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. പാരമ്പര്യ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ തലമുറകളെ യേശുനാമത്തിൽ ശാസിക്കുന്നു, യേശുനാമത്തിൽ ഈ സമയം വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദര സംബന്ധമായ രോഗപീഠകൾ കഷ്ടപ്പെടുന്ന വ്യക്തികളെ യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു, രോഗപീഠകൾ യേശുനാമത്തിൽ ഈ സമയം വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നട്ടെല്ലിന്റെ രോഗം മൂലം കഷ്ടപ്പെടുന്ന വ്യക്തികളെ യേശുനാമത്തിൽ ശാസിക്കുന്നു, രോഗസൗഖ്യം ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഉത്കണ്ഠ മൂലം ആകുലത മൂലം കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളെയും യേശുനാമത്തിൽ സ്പർശിക്കുന്നു, യേശുനാമത്തിൽ ഈ സമയം സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അസ്ഥി സംബന്ധമായ രോഗപീഠകളെ ബുദ്ധിമുട്ടുന്ന വ്യക്തികളെ യേശുനാമത്തിൽ സ്പർശിക്കുന്നു, യേശുനാമത്തിൽ ഈ സമയം സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാരകീയ ശക്തികളെ, രോഗത്തിന് കാരണമായ തിന്മ ശക്തികളെ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, ഈ സമയം കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഈ സമയം വിട്ടുമാറിപ്പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, യേശുനാമത്തിൽ. കരങ്ങളടിച്ച് നന്നായി കരങ്ങളടിച്ച് യേശുനാമത്തിൽ. അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ഒരിക്കൽ കൂടെ
രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടെ ഈശോയുടെ നാമത്തെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 വിവാഹം കഴിഞ്ഞ് 3-ലധികം വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ ഈശോ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. തലച്ചോറ് സംബന്ധമായ രോഗപീഠയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവിന്റെ രക്തത്താൽ കഴുകി പരിപൂർണമായ സൗഖ്യത്തിലേക്ക് ഉയർത്തുന്നതായി വെളിപ്പെടുത്തുന്നു. നട്ടലിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരു മിന്നൽ പോലെയുള്ള ഒരു പ്രത്യേക വേദന മൂലം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈശോയുടെ വലിയ സൗഖ്യം ഈ സമയം ശരീരത്തിൽ നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ശരീരത്തെ മുഴുവനും ഇങ്ങനെ വ്രണം പോലെ തടിച്ചു പോകുന്ന ഒരു രോഗപീഠയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ ഈശോ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. ശരീരം പ്രത്യേകിച്ച് ചൊറി പോലെ ഇങ്ങനെ വന്ന് അത് വ്രണങ്ങളായി മാറി പൊട്ടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. നാളുകളായിട്ട് വഖഫിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 3ഓളം വ്യക്തികളെ ഈശോ അനുഗ്രഹിക്കുന്നതായിട്ടും അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി അത് നൽകുന്നതായിട്ടും വെളിപ്പെടുത്തുന്നു. തൈറോയിഡ് തൊണ്ടയിൽ മുഴ മൂലം എന്തോ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ ഈ സമയം സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. നട്ടലില് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന വ്യക്തിയാണ് കർത്താവ് ആ വ്യക്തിയെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തി ആ ബെൽറ്റിന്റെ സഹായമില്ലാതെ തന്നെ നടക്കുവാനും എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഈശോ ബലപ്പെടുന്നതായി വെളിപ്പെടുത്തുന്നു. ബുദ്ധി കൊണ്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്ന, പ്രത്യേകിച്ച് വിശ്വാസമില്ലാതെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസം നൽകി, ആഴമുള്ള വിശ്വാസം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. നാളുകളായിട്ട് ചെവി ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല, കേൾവി ശക്തി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചെവി കർത്താവ് തുറന്ന് നല്ല കേൾവി ശക്തി നൽകി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. ശരീരത്തില് ഇപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ ഗർഭാവസ്ഥയിൽ എന്തോ ഒരു പ്രശ്നമുള്ള ഒരു സഹോദരി പ്രാർത്ഥിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മുഴ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. വേരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ട് മൂലം അത് പൊട്ടി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 3ഓളം വ്യക്തികൾക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. ചെവിയിൽ നിന്ന് പഴുപ്പൊഴുകി, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ, കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ആ രോഗപീഠയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇരിക്കാം.